ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. ഈ പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമസ്കാരം. ജയിലിൽ പഴയതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരോ അഥവാ സാധാരണ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളോ ആര് തന്നെയായാലും അവരെല്ലാവരും ജയിലിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ശതമാനം വരുമാനവും ഉണ്ടാകുന്നു. എന്ത് ജോലികളും ചെയ്യാനുള്ള സാഹചര്യം ജയിലിലുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ, ഭാസ്കര കാരണവർ വധവുമായി ബന്ധപ്പെട്ട് 3 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭാസ്കര കാരണവരുടെ ഇളയ മകന്റെ ഭാര്യയായ ഷെറിൻ ജയിലിൽ നല്ല നടപ്പ് കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ഒരു തീരുമാനമെടുത്തു. 3 ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഷെറിൻ 10 വർഷത്തിലധികം ജയിലിൽ കഴിയുകയും നല്ല നടപ്പ് നടക്കുകയും ചെയ്തതിന്റെ പേരിൽ നല്ല നടപ്പുകാരിയാണ് എന്ന ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് അവരെ പുറത്തേക്ക് വിടുവാൻ, ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ജയിലിന് പുറത്തേക്ക് വിടുവാൻ വേണ്ടി, മോചിപ്പിക്കുവാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറയുന്നത്. അങ്ങനെയെങ്കിൽ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ ജയിൽ തടവ് പുള്ളികളുടെ വരുമാനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും എന്താണ് ഇവിടെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രസക്തിയുണ്ട്. കാരണം ജയിലിൽ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നിശ്ചിതമായ വരുമാനവും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ജയിൽവാസം കഴിഞ്ഞ് പുറത്തു പോരുമ്പോൾ ഈ വരുമാനം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതുപോലെ ജയിലിൽ തടവ് പുള്ളികൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും അതുപോലുള്ള മറ്റു വിഭവങ്ങളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ്. അതുകൊണ്ട് തന്നെ ജയിലിന് ഒരു കൃത്യമായ വരുമാനം കിട്ടുന്നുണ്ട്. എന്നാൽ ഭാസ്കര കാരണവരുടെ വധവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിൻ എന്ന ഭാസ്കര കാരണവരുടെ ഇളയ മരുമകൾ എന്ത് തരത്തിലുള്ള ജോലിയാണ് ജയിലിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ഷെറിന്റെ സഹതടവുകാരിയായിരുന്ന സുനിത എന്ന് പറയുന്ന തൃശൂർ പത്താങ്കല്ലൂർ സ്വദേശിയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുണ്ടായിരുന്നു. ഷെറിന് ഒരു കാരണവശാലും മറ്റ് തടവ് പുള്ളികളുടേത് പോലുള്ള രീതികളൊന്നും ആയിരുന്നില്ല ജയിലിൽ ഉണ്ടായിരുന്നത്. സ്വന്തമായി ബെഡ്ഷീറ്റും ബെഡുമെല്ലാം ജയിലിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ തടവ് പുള്ളികൾക്ക് ഒരു ജമുക്കാളവും ഒരു സ്റ്റീൽ മൊന്തയും എല്ലാം കൊടുക്കുമ്പോൾ ഷെറിന് ഒരു ബക്കറ്റ് നിറയെ കോസ്മാറ്റിക്കും കോസ്റ്റ്യൂംസും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സുനിത വെളിപ്പെടുത്തിയത്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെളുത്ത വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നത്. എന്നാൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ജയിലിനകത്ത് മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാണ് സുനിത പത്താങ്കല്ലൂർ വെളിപ്പെടുത്തിയത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ജയിലിൽ അധികൃതർ ഷെറിന് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓരോരോ ജയിൽവാസികളും അനുഷ്ഠിക്കുന്ന ഓരോ തൊഴിലുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഷെറിനെ എന്ത് തൊഴിലാണ് കൊടുത്തിരുന്നത് എന്നുള്ളത് തന്നെയാണ് സുനിത വെളിപ്പെടുത്തിരുന്നത്. അല്ലെങ്കിൽ ഷെറിൻ എന്താണ് അവിടെ ചെയ്തിരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ ഷെറിൻ അനുഭവിക്കാൻ സാധിച്ചത് എന്നുകൂടി സുനിത വെളിപ്പെടുത്തും. സാധാരണ തടവ് പുള്ളികളെ സെല്ലിൽ കയറ്റുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ ഷെറിനെ DIGയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഈ സെല്ലിന് പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് ഷെറിനെ തിരിച്ച് സെല്ലിലേക്ക് കയറ്റുക. ഈ സമയത്ത്, അതായത് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി 3-4 മണിക്കൂർ സെല്ലിനകത്തേക്ക് തിരിച്ചെത്തുന്നത് വരെ ഷെറിൻ DIGയുടെ മുറിയിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ DIGക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് ഷെറിന് DIG ജയിൽ ചട്ടങ്ങളായിരിക്കില്ലല്ലോ രാത്രി ഉപദേശിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് സുനിതയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ക്യാരംസോ ചെസ്സോ അത്തളപുത്തള തവളാച്ചിയോ അങ്ങനെയുള്ള കളികളോ നാടൻ പന്തുകളിയോ ഒന്നും തന്നെ ആയിരിക്കുമില്ലല്ലോ DIGയുടെ മുറിയിൽ ഷെറിനും DIGയും തമ്മിൽ നടത്തി കാണുക എന്ന് തന്നെയാണ് സുനിതയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ജയിലിൽ വരുമാനമുണ്ടാക്കുന്ന ജോലികൾ ചെയ്യുന്ന മറ്റു തടവ് പുള്ളികളുടേതുപോലെ ഷെറിൻ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ചില വിദേശ പെയ്ഡഡ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പല വീഡിയോകളും ഒരുപക്ഷെ ഷെറിന്റെയും DIGയുടെയും മുറിയിലുള്ള ആ CCTV കണ്ടെടുത്തു കഴിഞ്ഞാൽ അത്തരം വിദേശ ചാനലുകൾക്ക് കൊടുക്കാൻ പറ്റിയ പല വീഡിയോകളും കിട്ടും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു വരുമാന മാർഗം നേടിത്തരുന്ന വസ്തുത തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പലരും പറയുന്നത്. അതായത് DIGയുടെ മുറിയിൽ ഷെറിൻ ചെന്ന് കഴിയുമ്പോൾ 3-4 മണിക്കൂർ നേരം അവർ ഘോരഘോരം ചർച്ചയിലായിരിക്കില്ലല്ലോ.
എന്താണ് പിന്നീട് അവിടെ നടക്കുക എന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിദേശ പെയ്ഡഡ് ചാനലുകളിൽ വരുന്ന ചില വീഡിയോ ദൃശ്യങ്ങളെ വെല്ലുന്ന ദൃശ്യങ്ങൾ തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പലരും ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. ഇത് ഞങ്ങളുടെ ചാനലിന്റെ അഭിപ്രായമല്ല. എന്തായാലും ജയിലിൽ അത്തരം വഴിവിട്ട ബന്ധങ്ങൾ നടന്നതുകൊണ്ട് തന്നെയാണ് ഷെറിന് ജയിലിൽ സുഖ സൗകര്യങ്ങൾ കിട്ടിയത്, സ്മാർട്ട് ഫോൺ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടിയത്, വീട്ടിൽ നിന്ന് അലക്കി തേച്ച് കൊണ്ടുവരുന്ന വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്, പുറമേ നിന്നും ഇഷ്ടമുള്ള ഭക്ഷണം വരുത്തി കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പത്താങ്കല്ലൂർ സ്വദേശിയായ സുനിത എന്ന സഹതടവുകാരിയുടെ വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു കൃത്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയി 3-4 മണിക്കൂറിന് ശേഷം സെല്ലിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ സമയം അത്രയും അവർ DIGയുടെ മുറിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത്തരം പരമനാറികളെ, പരമചറ്റത്തരം ചെയ്ത ആളുകളെ എന്ത് തരത്തിലാണ് ശിക്ഷിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ നിശ്ചയിക്കുക. തടവ് പുള്ളികൾക്ക് മാനസാന്തരം വരാനോ അല്ല എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള മാതൃകാപരമായ രീതികൾ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ ജയിലിൽ അടയ്ക്കുന്നത്. ആ ജയിലിൽ ഇവരുടെ സൗന്ദര്യത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ കാമകേളികൾക്കോ വശപ്പെട്ടുകൊണ്ട് DIGയോ അല്ലെങ്കിൽ അതുപോലെ അത്തരം റാങ്കിലുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കാമലീലകൾ ആടിയിട്ടുണ്ടെങ്കിൽ ഷെറിനെ പോലുള്ള ആളുകളെ അവർ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് പരമനാറിത്തരം തന്നെയാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത്തരത്തിൽ പരമനാറിത്തരം ചെയ്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഡിസ്മിസ് ചെയ്യാത്തത് എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധവും ചോദിക്കുന്നത്. ഒരു നടിയെ ലൈംഗികപരമായി അധിക്ഷേപിച്ചു എന്നൊരു പരാതി ഒരു നടി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ നടിയുടെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലടച്ചതിന്റെ പിറ്റേ ദിവസം ഏതോ 2 VIP-കൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏത് VIP-കളാണ് ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ചത് എന്ന് സന്ദർശക ഡയറിയിൽ അടയാളപ്പെടുത്താതിരുന്ന ജയിൽ വാർഡന്മാരെ ആ സമയത്ത് തന്നെ, അതായത് ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കാരണവർ വധക്കേസിൽ 3 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കാരണവരുടെ മരുമകളായ ഷെറിനെ ജയിൽ DGP ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത്തരം ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. സന്ദർശക രജിസ്റ്ററിൽ 2 VIP-കളുടെ പേര് ചേർക്കാതിരുന്നതിന്റെ പേരിൽ ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാരിന് എന്തുകൊണ്ടാണ് കാരണവർ വധക്കേസിൽ 3 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിനുമായി DIG കാമകേളികൾ ആടി എന്ന് പറയുന്ന വിവരം പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടി എടുക്കാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും തീരുമാനമെടുത്തു, ഷെറിനെ പുറത്തേക്ക് വിടണം. തീരുമാനമെടുത്തപ്പോൾ ജയിലിൽ നല്ല നടപ്പ് ഇതൊക്കെയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുജനം സംശയരൂപേണ ചോദിക്കുന്നത്. ഷെറിൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ബെസ്റ്റി ആയതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ജയിലിൽ അനുഭവിക്കാൻ കഴിഞ്ഞതെന്നും അവർക്ക് 3 ജീവപര്യന്തം ഇളവ് നൽകി, ഇപ്പോൾ ശിക്ഷാ ഇളവ് നൽകിക്കൊണ്ട് തന്നെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തതും എന്നുള്ള കിംവദന്തികൾ മറുവശത്ത് കേൾക്കപ്പെടുന്നു. എന്തായാലും കാണാൻ സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, സാമർഥ്യമുള്ള സ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം ചില പരിഗണനകൾ കിട്ടുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ്. ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഗ്രീഷ്മയും ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്. ഇത്തരം സംഭവ വികാസങ്ങൾ വാർത്താ ചാനലിലൂടെ ഗ്രീഷ്മയെ അറിയുകയാണെങ്കിൽ ഗ്രീഷ്മയുടെ നേർക്കും ഇത്തരത്തിലുള്ള ചില കടന്നുകയറ്റങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില രീതികളോ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനം സംശയിക്കുന്നത്. എന്തായാലും ഇത്തരം ഇടപാടുകൾ ജയിലിൽ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ സർക്കാർ ഇതിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. ഉദ്യോഗസ്ഥരെല്ലാവരും ആയിട്ടില്ല, DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ്.
ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്. വിവരാവകാശം വെച്ചതിൻ്റെയും അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം ഇപ്പോൾ ഷെറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ കിടക്കുന്ന തടവുകാരുണ്ട്. ഷെറിന്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട, ഷെറിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ. അതുപോലെ തന്നെ ഇപ്പോൾ അനിശാന്തി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട. കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയ എന്നിട്ട് അസുഖം വന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിന്റെ പേരിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 19 വർഷത്തെ തടവുകാരി ബിനിതാകുമാരി, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസർളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കസനം. ഇത്തരം തടവുകാരെ കാര്യങ്ങളൊന്നും അവരില്ല. അപ്പോ എനിക്കിത്രേ പറയാനുള്ളൂ. ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷെ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് 19-20 വർഷം തടവുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത, ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം.